ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു രാത്രി കൂടെ ദൈവവചനമായി നിങ്ങളോടൊപ്പം ആയിരിക്കാനിടയായതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കോട്ടയം സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ ദൈവവചന പഠന ശുശ്രൂഷയിൽ ഈ മാസം കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച കോട്ടയം സഭയിലുള്ള ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തെ ആധാരമാക്കിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ 3-ാം അധ്യായത്തിലെ വിഷയം. 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, രക്ഷ സൗജന്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനന്തമായ കൃപയാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ നിത്യരക്ഷ, അത് സുവിശേഷം കേൾക്കുന്നതിലൂടെ, ആ സുവിശേഷം അനുസരിക്കുന്നതിലൂടെ നമുക്ക് സൗജന്യമായി ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോവുകയും ചെയ്യാം, അതിനൊന്നും തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ, നിത്യതയിൽ നമുക്ക് ചില നിലനിൽക്കുന്ന പ്രതിഫലങ്ങളുമായി ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. ഇവിടെ യോശുവ പറഞ്ഞതുപോലെ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കണം. ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹത്തോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട്, സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് 7 കാര്യങ്ങൾ. ഒന്നാമത് യോശുവ പറഞ്ഞത്, ദൈവത്താൽ ആരംഭിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകണം. എ ന്യൂ ബിഗിനിങ്. ഞാനത് വിശദമായി 1-ാമത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ കേൾക്കണം. 2-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. 3-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച 2 കാര്യമാണ്. ഒന്ന്, ദൈവത്തിൽ ആശ്രയിച്ച് ഫലം കായ്ക്കുന്നൊരു ജീവിതം നമുക്കുണ്ടാകണം. മാത്രമല്ല 4, ദൈവീക ഭരണത്തിന് കീഴ്പ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. 5-ാമത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറണം. 6-ാമത്തെ 7-ാമത്തെയും കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 6-ാമത്തെ കാര്യം, ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. 7-ാമത്തെ കാര്യം, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി യോശുവ പഠിപ്പിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അതൊന്നുകൂടെ ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങൾ പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. ദൈവ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിലേ ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിവാകുകയുള്ളൂ. യോർദാൻ നിങ്ങൾക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. യെരിഹോ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. കനാൻ ദേശം നിങ്ങൾക്ക് അവകാശമാക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തിൻ്റെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് യഹോവയുടെ പെട്ടകം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് ഓർത്തതാണ്. എന്നാൽ ഈ പെട്ടകം നിങ്ങളോടുകൂടെ യാത്ര ചെയ്യണമെങ്കിൽ, ഈ പെട്ടകം നിങ്ങളുടെ മധ്യേ നിലനിൽക്കണമെങ്കിൽ, ഈ പെട്ടകം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം സമ്മാനിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് യോശുവ പറയുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോടും പുതിയ നിയമത്തിൽ ദൈവസഭയോടും ആവശ്യപ്പെടുന്ന അതിപ്രധാനമായൊരു വിഷയമാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ വചനത്തിൽ, ലേവ്യ പുസ്തകത്തിൽ ഉൾപ്പെടെ നമുക്ക് പലയിടങ്ങളിലായി കാണാൻ സാധിക്കും.
ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ആവർത്തന പുസ്തകത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. പുതിയ നിയമത്തിൽ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അതേ വാക്ക് തന്നെ ഉദ്ധരിക്കുന്നു. പത്രോസ് പറയുന്നു, കർത്താവിൻ്റെ വചനം പറയാണ്, കർത്താവ് പറയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പം നമ്മൾ വിശുദ്ധി പാലിക്കേണ്ടത് എന്തിനാണ്? നമ്മൾ വിശുദ്ധി പാലിക്കേണ്ടത് ദൈവിക പ്രവർത്തനത്തിന് ആവശ്യമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു സാക്ഷ്യം പ്രാപിക്കേണ്ടതിന് ആവശ്യമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന അതിപ്രധാനമായ വിഷയമെന്ന് പറയുന്നത് ദൈവം വിശുദ്ധനായതുകൊണ്ട്, ആ വിശുദ്ധനായ ദൈവം നമ്മോടുകൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട്, നമ്മോടുകൂടെ നടക്കുന്നത് കൊണ്ട് നാം വിശുദ്ധി പാലിക്കണം. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകണം. പഴയ നിയമത്തിൽ നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങൾ കണ്ടല്ലോ. യഹോവയുടെ പെട്ടകമാണ് അവരുടെ മുൻപിൽ യാത്ര പുറപ്പെടുന്നത്. അവർ പോകുന്ന വഴികളിലെല്ലാം യഹോവയുടെ പെട്ടകമാണ്. പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ യഹോവയുടെ പെട്ടകമാണ് അവർ കൊണ്ടുവരുന്നത്. ആ പെട്ടകം ദൈവസാന്നിധ്യത്തിൻ്റെ നിഴലാണ്. ഞാൻ പുതിയ നിയമത്തിൽ പറഞ്ഞല്ലോ, ഈ പെട്ടകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഇന്ന് പെട്ടകമല്ല നമ്മളോടുകൂടെ യാത്ര ചെയ്യുന്ന യേശു ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. അതുകൊണ്ട് പഴയ നിയമ ഇസ്രയേലിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമായി വിശുദ്ധി ജീവിതത്തിൽ പാലിക്കേണ്ടവരാണ് പുതിയ നിയമ വിശ്വാസികൾ എന്ന് ഗൗരവമായി പറയുവാൻ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. ഈ യഹോവയുടെ പെട്ടകത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഈ യഹോവയുടെ പെട്ടകം കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ എത്രമാത്രം വിശുദ്ധി പാലിക്കണമെന്നും, അങ്ങനെ വിശുദ്ധി പാലിച്ചില്ലെങ്കിൽ അവർക്കുണ്ടാകാവുന്ന വലിയ ദുരന്തങ്ങളും വിശുദ്ധി പാലിച്ചവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ഒക്കെ വിവരിക്കുന്ന 5 പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാരംഭമായി അത് ഒന്ന് ഓർപ്പിച്ചതിന് ശേഷം പുതിയ നിയമത്തിലേക്ക് വന്ന് വിശുദ്ധീകരണത്തെക്കുറിച്ച് ചില വാക്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ആദ്യത്തെ സംഭവം, പല സംഭവങ്ങളുണ്ട് ഈ പെട്ടകത്തോട് ബന്ധപ്പെട്ട്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന 5 സംഭവങ്ങളിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യമാണ്. അവിടെ ശമൂവേലിൻ്റെ പ്രസംഗം കേട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു. പ്രസംഗത്തിൻ്റെ ആ ഗൗരവത്തിൽ ഫെലിസ്ത്യരെ കീഴടക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ പോയതാണ്. പക്ഷേ നമ്മൾ വായിക്കുന്ന യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ ഒന്നിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, 1 ശമൂവേൽ 4:3. ഇന്ന് യഹോവ നമ്മളെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? നാം ശീലാവിൽ നിന്ന് യഹോവയുടെ പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. ഇപ്പോൾ യഹോവയുടെ പെട്ടകം അല്ലെ ദൈവ സാന്നിധ്യം നമ്മളോടുകൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടത് എന്ന് ഇസ്രായേൽ മൂപ്പന്മാർ പറയുകയും, കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപെട്ടകം ശീലാവിൽ നിന്ന് അവർ യുദ്ധം നടക്കുന്ന ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവിടെ സംഭവിച്ച ഒരു ദുരന്തം, ഈ പെട്ടകം ശീലാവിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഈ പെട്ടകത്തെ അനുഗമിച്ച 2 വ്യക്തികൾ ആ പെട്ടകത്തെ അനുഗമിക്കാൻ യോഗ്യതയുള്ളവരായിരുന്നില്ല. അതാരാണെന്ന് ആ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പെട്ടകത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്താണ് ഈ ഹൊഫ്നിയുടെയും ഫിനെഹാസിൻ്റെയും പ്രത്യേകത? അത് 1 ശമൂവേൽ 2:12 ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ 2-ാം അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ 12-ാം വാക്യത്തിൽ അവരാരാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ദൈവത്തിൻ്റെ പുരോഹിതനായ ഏലിയുടെ പുത്രന്മാർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണ്. പക്ഷേ അവർ ദേവാലയത്തെ കൊള്ള ചെയ്യുന്നവരും ദൈവജനത്തെ അപമാനിക്കുന്നവരും നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈ അശുദ്ധരായ, ആത്മീയ ദർശനമില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ ഈ പെട്ടകത്തെ അനുഗമിച്ച് ഈ പടക്കളത്തിലേക്ക് വന്നു. എന്താണ് സംഭവിച്ചത്? 4-ാം അധ്യായം മുഴുവനായി നിങ്ങൾ വായിക്കുക. അവിടെ കാണുന്നത് ഫെലിസ്ത്യർ ഇസ്രായേലിനെ തോൽപ്പിച്ചു. ഇസ്രായേലിൽ 30,000 കാലാൾ വീണുപോയി. പെട്ടകം പിടിക്കപ്പെട്ടു. ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. അതിനേക്കാൾ ഏറ്റവും ദുരന്തമായി എനിക്ക് തോന്നിയത്, വിവരമറിഞ്ഞ് 98 വയസ്സുള്ള കണ്ണ് കാണാൻ മേലാത്ത ഏലി പടിവാതുക്കൽ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു.
ദൈവത്തിൻ്റെ പെട്ടകം തീർച്ചയായിട്ടും യുദ്ധക്കളത്തിൽ കൊണ്ടുവന്ന തെറ്റൊന്നുമല്ല. ദൈവ സാന്നിധ്യമാണ് എപ്പോഴും അവർക്ക് വിജയം നൽകുന്നത്. ദൈവ സാന്നിധ്യമില്ലാതെ ഒരിക്കലും വിജയം ഉണ്ടാവുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യഹോവയാണ് പലപ്പോഴും ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. പക്ഷേ ഇവിടെ വിശുദ്ധി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ആത്മീക ദർശനമില്ലാത്ത ആളുകൾ ഈ പെട്ടകത്തെ അനുഗമിച്ചതുകൊണ്ട് ഇസ്രായേൽ മക്കൾ മുഴുവനും ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ സംഭവത്തിൽ ഓർപ്പിക്കുന്നത്, വിശുദ്ധിയില്ലാതെ ഈ പെട്ടകത്തിൻ്റെ കൂടെ നടന്നാൽ ദുരന്തം ജീവിതത്തിലുണ്ടാകും എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ സംഭവം 1 ശമൂവേൽ 5-6 അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ, ഈ പെട്ടകം പിടിച്ചുകൊണ്ടുപോയത് ഫെലിസ്ത്യരാണ്. അവർ ഈ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി അസ്തോദിൽ, അവരുടെ ഫെലിസ്ത്യ ദേശത്ത് അസ്തോദിൽ കൊണ്ടുപോയി വെച്ചു. അസ്തോദിൽ കൊണ്ടുപോയി അവരുടെ ദേവനായ പവർ ഗോഡ് എന്നറിയപ്പെടുന്ന ദാഗോൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു. എന്നാൽ രാവിലെ ഇവർ വന്ന് നോക്കിയപ്പോൾ അവരുടെ ദൈവം ദാഗോൻ ഈ പെട്ടകത്തിന് മുമ്പിൽ വീണ് കിടക്കുന്നത് കണ്ടു. പിന്നീട് നമ്മൾ വായിക്കുന്ന അസ്തോദ്യരുടെ മേൽ മൂലരോഗം ബാധിച്ചു. ട്യൂമേഴ്സ്, മൂലഭാഷയിൽ പെയിൻഫുൾ ട്യൂമേഴ്സ് എന്നാണ്. അതിവേദനയുള്ള മുഴകൾ ബാധിച്ചു. ഭയങ്കരമായ ദുരന്തം അസ്തോദിലുള്ളവർക്കുണ്ടായി. അസ്തോദ്യർ ആ പെട്ടകം ഗത്തിലേക്ക് അയച്ചു. അവരും മൂലരോഗം ബാധിച്ച് ദുരന്തം അനുഭവിച്ചു. ഗത്യർ ഈ പെട്ടകം എക്രോണിലേക്ക് അയച്ചു. അവിടെ സംഭവിച്ചത് മരണകരമായ ഒരു പരിഭ്രമം എന്ന് പറഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. അവർക്കും അവരിലും മരിക്കാത്ത ആളുകൾക്ക് മൂലരോഗം ബാധിച്ചു. ഒടുവിൽ ഫെലിസ്ത്യർക്ക് മനസ്സിലായി, ഈ പെട്ടകം ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ ദേശത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരൊരു പ്രായശ്ചിത്തം കഴിച്ച് പെട്ടകം ഇസ്രയേലിലേക്ക് മടക്കി അയക്കാൻ തീരുമാനിച്ചു. ഒരു പുതിയ വണ്ടി, കാളവണ്ടി ഉണ്ടാക്കി അതിൽ നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ വണ്ടിക്ക് കെട്ടി ഈ പെട്ടകം വെച്ച് അവർ ഇസ്രയേലിലേക്ക് ഈ പെട്ടകം മടക്കി അയച്ചു. ഈ രണ്ടാമത്തെ സംഭവം ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലാതെ ഒരിക്കലും ഈ പെട്ടകത്തെ ചുമക്കുവാനോ പെട്ടകത്തോടുകൂടെ യാത്ര ചെയ്യാനോ അധികാരമില്ല, അവകാശമില്ല എന്നുള്ളതാണ്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൽപ്പന, നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുതെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച ഭാഗ്യം ഈ കർത്താവിനെ നമുക്ക് സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളെന്നുള്ള പദവിയോടെ ജീവിക്കാൻ അവസരമുണ്ടായി. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരമുണ്ടാക്കി. ദൈവവുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കി. നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവസഭയിലുള്ള, പുതിയ നിയമസഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കുമുള്ള ഏറ്റവും വലിയ അവകാശമെന്ന് പറയുന്നത്, ഈ കർത്താവിനോട് ചേർന്ന് നടക്കത്തക്കവണ്ണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് യോഗ്യതയില്ലാത്തവർക്ക്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല. യഹോവയുടെ നാമം വൃഥാ എടുക്കാൻ അവർക്ക് അവകാശമില്ല എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ സംഭവം കാണുന്നത് 1 ശമൂവേൽ 6 അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യമാണ്. അവിടെ നമ്മൾ കാണുന്നത്, ഈ പെട്ടകം ഫെലിസ്ത്യർ ഈ പുതിയ വണ്ടിയിൽ നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള പശുക്കളെ വണ്ടിക്ക് കെട്ടി ഈ പെട്ടകം യെരുശലേമിലേക്ക്, ഇസ്രായേലിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ആരുടെയും നിയന്ത്രണമില്ലാതെ, ആരുടെയും ഡയറക്ഷൻ ഇല്ലാതെ ഈ പശുക്കൾ ഈ പെട്ടകവുമായി ബത്ശേമ്യനായ യോശുവയുടെ വയലിലെത്തി. എന്തൊരു അത്ഭുതമല്ലേ! ദൈവത്തിൻ്റെ പെട്ടകം അവരയച്ചു. ആ പശുക്കൾ അവർക്ക് ദൈവം ഡയറക്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പെട്ടകവുമായി ബത്ശേമ്യനായ യോശുവയുടെ വയലിലെത്തി. യോശുവ ആ വയലിൽ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ ഈ പെട്ടകം വെച്ചിട്ട് ഈ പെട്ടകം കൊണ്ടുവന്ന ആ വാഹനം പൊളിച്ച് അതിൻ്റെ വിറക് വെച്ച് തീ കത്തിച്ച് ഈ പശുക്കളെ അവിടെ യാഗമർപ്പിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പെട്ടകം ചുമന്നുകൊണ്ടുപോയ, അതിനെ അവിടെ എത്തിച്ച ഈ പശുക്കൾ ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ യാഗവസ്തുവായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് അവർ ഹനനയാഗവും ഹോമയാഗവും എല്ലാം അർപ്പിച്ചു. ഇത്രയും ചെയ്തപ്പോൾ ഒരുപക്ഷെ ഈ പെട്ടകം സ്ഥിരമായി ഇവിടെ വസിക്കുമെന്നും
ബത്ശേമ്യർ, അതായത് നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ബത്ശേമ്യരുടെ അടുക്കൽ ഈ പെട്ടകം സ്ഥിരമായിട്ടിരിക്കുമെന്നും ഒക്കെ ഒരുപക്ഷെ അവർ വിചാരിച്ച് കാണും. എന്നാൽ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബത്ശേമ്യർ യഹോവയുടെ പെട്ടകം നോക്കുക കൊണ്ട് അവൻ 50,070 പേരെ സംഹരിച്ചു. 20-ാം വാക്യത്തിൽ അവർ പറയുകയാണ്, ഈ പരിശുദ്ധനായ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് നിലവിളിച്ച് പറയുന്ന ബത്ശേമ്യരെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ഓർത്ത് എന്താണ് ഈ യഹോവയുടെ പെട്ടകത്തെ ഒന്ന് നോക്കുകൊണ്ട് ഇത്രയും വളരെ ആത്മാർത്ഥമായി പെട്ടകത്തെ സംരക്ഷിച്ച, പെട്ടകത്തിന് മുമ്പിൽ ഹനനയാവും ഭോജനയാവും ഒക്കെ അർപ്പിച്ച ഈ ആളുകൾ ആ പെട്ടകത്തെ ഒന്ന് നോക്കിയത് കൊണ്ട് അവരെ സംഹരിച്ചതിൻ്റെ കാരണം എന്താ? ഞാനതിൻ്റെ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ എഴുതിയിരിക്കുന്നത് ദ ലുക്ക്ഡ് ഇൻ ടു ദ ആർക്ക് ഓഫ് ഗോഡ് എന്നാണ്. അവർ പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം. അത് നോക്കുവാൻ ആർക്കും അവകാശമുണ്ടായില്ല. കാരണം ഈ പെട്ടകത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതാണ്. ഇത് ഖദിര മരം കൊണ്ട് പണിതതാണ്. അകത്തും പുറത്തും പൊന്നു പൊതിഞ്ഞതാണ്. ഈ പെട്ടകത്തിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രമുണ്ട്, അഹരോൻ്റെ തളിർത്ത വടിയുണ്ട്, നിയമത്തിൻ്റെ കൽപ്പലകളുണ്ട്. മാത്രമല്ല ഈ പെട്ടകം അടച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൃപാസനമുണ്ട്. ആ കൃപാസനത്തെ മൂടുന്ന കെരൂബുകളുണ്ട്. അപ്പോൾ കൃപാസനത്തെ മൂടുന്ന കെരൂബുകളുമൊക്കെ അതിനെയൊക്കെ അവഗണിച്ച് ഈ പെട്ടകം തുറന്ന് ഈ പെട്ടകത്തിനകത്തേക്ക് നോക്കി എന്നുള്ളതാണ് ബത്ശേമ്യരെ ദൈവം സംഹരിക്കാനുള്ള കാരണം. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഈ പെട്ടകത്തെ ആര് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചോ അവരെല്ലാം ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, പെട്ടകത്തോട് ചേർന്ന് നടന്നവർ അയോഗ്യരായതുകൊണ്ട് ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചു. 2, പെട്ടകം കൊണ്ടുപോകാൻ യോഗ്യതയില്ലാത്തവരായതുകൊണ്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാത്തവരായതുകൊണ്ട് ഫെലിസ്ത്യരെ ദൈവം ശിക്ഷിച്ചു. 3, പെട്ടകത്തെ ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമായി ബത്ശേമ്യരെ ദൈവം ശിക്ഷിച്ചു. 4-ാമത്തെ സംഭവം എന്ന് പറയുന്നത് 1 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 7-ാം അധ്യായം 8 അധ്യായങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് ഈ ബത്ശേമ്യർ ഈ പെട്ടകം എവിടേക്കെങ്കിലും അയക്കണം എന്നാഗ്രഹിച്ച് നിലവിളിച്ചുകൊണ്ട് അവർ കിര്യത്ത് യെയാരീം നിവാസികളുടെ അടുക്കൽ, അത് ബെന്യാമീൻ ഗോത്രക്കാരാണ്, ദൂതന്മാരെ അയച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഫെലിസ്ത്യർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ കൊണ്ടുപോകുവിൻ. നമ്മൾ വായിക്കുന്നത്, കിര്യത്ത് യെയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്തു. ആ പെട്ടകം എടുക്കാൻ ഒരുപക്ഷെ അവർ ഈ ബത്ശേമ്യനായ യോശുവയുടെ വയലിലേക്ക് എത്തിയപ്പോൾ അവിടെ സംഭവിച്ച ദുരന്ത വാർത്തകളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെട്ടകത്തെ അവർ കൊണ്ടുപോയി ശുദ്ധീകരിക്കുന്നത് കാണുമ്പോൾ, അവർ സൂക്ഷിക്കുന്നത് കാണുമ്പോൾ അവർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ പെട്ടകത്തെ കൊണ്ടുപോയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വായിക്കുന്നത്, അവർ ആ പെട്ടകം എടുത്ത് കുന്നിന്മേലുള്ള ബാല യഹൂദ എന്നറിയപ്പെടുന്ന കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മകനായ എലയാസറിനെ പെട്ടകം സൂക്ഷിക്കാൻ ശുദ്ധീകരിച്ചു. താഴ്വരകളിലൊക്കെ കിര്യത്ത് യെയാരീം നിവാസികൾ ധാരാളമുണ്ട്, അവർക്ക് വീടുകളുണ്ട്. എന്നാൽ ഒരു ആത്മീക ദർശനമുള്ള അബീനാദാബിനെ പോലെയുള്ള കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ഈ പെട്ടകം കൊണ്ടുപോകാനായിട്ടിടയായി. അദ്ദേഹത്തിന് 3 മക്കളാണ്, ഉസ്സ, അഖ്യോബ്, എലയാസർ. അതിൽ എലയാസറിനെ, ആ ഭവനത്തിൽ ദൈവവചനപ്രകാരം ജീവിക്കാൻ കഴിയുന്ന, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനെ ശുദ്ധീകരിച്ച് ആ പെട്ടകം സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. 7-ാം അധ്യായം 1 ശമൂവേൽ 7:2 നമ്മൾ വായിക്കുന്നത് 20 സംവത്സരം ഈ പെട്ടകം അബീനാദാബിൻ്റെ വീട്ടിലിരുന്നു എന്നാണ്. എന്നാൽ ചരിത്രം നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, ഈ പെട്ടകം അബീനാദാബിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് നമുക്കറിയാം ശൗല് തൻ്റെ ഭരണം ആരംഭിക്കുന്നത്, ശൗലിൻ്റെ ഭരണം തുടങ്ങുന്നത്. ഈ പെട്ടകം പിടിക്കപ്പെട്ടതിന് ശേഷമാണ് ശൗലിൻ്റെ ഭരണം തുടങ്ങുന്നത്. അതിനുശേഷം ശൗലും യോനാഥാനും ഒക്കെ മരിച്ചു കഴിഞ്ഞ് രാജഭരണം തിരികെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ദാവീദ് 2 ശമൂവേൽ 6-ാം അധ്യായം പഠിച്ചാൽ അറിയാം, ഈ പെട്ടകം മടക്കി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശൗലിൻ്റെ ഭരണകാലഘട്ടമെന്ന് പറയുന്നത് 40 സംവത്സരമായിരുന്നുവെന്ന് പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴേ അബീനാദാബിൻ്റെ ഭവനത്തിൽ ഈ പെട്ടകം എത്ര വർഷം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വേദപണ്ഡിതന്മാർ പറയുന്നത് 40 വർഷം ഈ പെട്ടകം അബീനാദാബിൻ്റെ കുന്നിന്മേലുള്ള ഭവനത്തിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദോഷം ആ പെട്ടകം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, കിര്യത്ത് യെയാരീം നിവാസികൾക്കാർക്കും അതുകൊണ്ട് യാതൊരു നിലയിലുള്ള ദോഷവുമുണ്ടായില്ല. ഇതുവരെ നമ്മൾ കണ്ട പലയിടത്തും ഈ പെട്ടകം കൊണ്ടുവച്ചിടത്തൊക്കെ
അതിൻ്റേതായ ദുരന്തങ്ങളുണ്ടായി. എന്നാൽ ഇവിടെ യാതൊരു നിലയിലുള്ള ദുരന്തങ്ങളും ഉണ്ടായില്ല. എന്നാൽ ഞാൻ ഈ ഭവനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, 40 വർഷം ഈ പെട്ടകം ഈ ഭവനത്തിൽ ഇരുന്നിട്ട് അബീനാദാബിന് ഈ പെട്ടകം കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടായില്ലെന്നുള്ളൊരു വസ്തുതയാണെങ്കിലും യാതൊരു ഗുണവും അദ്ദേഹത്തിനുണ്ടായില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. 40 വർഷം ഈ ദൈവ സാന്നിധ്യം ഈ മനുഷ്യൻ്റെ ഭവനത്തിൽ ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവം അവനെ അനുഗ്രഹിക്കാഞ്ഞത്? 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ വായിച്ചാൽ നമുക്കതിന് ഉത്തരമുണ്ട്. ഈ പെട്ടകത്തോട് ഭാവി കാലത്തിൽ അബീനാദാബിൻ്റെ കുടുംബം ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തിന് അറിയാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ തലമുറയായി നമ്മുടെ ജീവിതകാലത്ത് നാം എങ്ങനെ ഈ ദൈവത്തെ സ്നേഹിക്കും സേവിക്കുമെന്ന് വ്യക്തമായി ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെത്തുകയെ നോക്കിയാണ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വായിക്കുന്ന ശൗലിൻ്റെ മരണശേഷം ദൈവത്തിൻ്റെ പെട്ടകം അബീനാദാബിൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു പുതിയ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ദാവീദ് പോവുകയാണ്. അങ്ങനെ പോയപ്പോൾ അബീനാദാബ് ദീർഘവർഷങ്ങൾ ഈ പെട്ടകത്തെ ശുശ്രൂഷിക്കാൻ സൂക്ഷിച്ച എലയാസറിനെ ഈ പെട്ടകത്തിൻ്റെ കൂടെ അയക്കാതെ, ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത അല്ലെങ്കിൽ ഈ പെട്ടകത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത അഹ്യോവിനെയും ഉസയെയും ഈ പുതിയ വണ്ടി തെളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അത് അബീനാദാബ് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സംഭവിച്ചത്? പെട്ടകം നാഗോൻ്റെ കളത്തിൽ അഥവാ ഓബേദേദോമിൻ്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ കാള വിരണ്ടു, ഉസ പെട്ടകത്തെ പിടിച്ചു. നമ്മൾ വായിക്കുന്ന ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ പെട്ടകത്തിൻ്റെ അടുക്കൽ വെച്ച് മരിച്ചു. ഈ സംഭവത്തിലൂടെ ദൈവം ഓർപ്പിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നതിൽ വിശ്വസ്തത പുലർത്തിയില്ലെങ്കിൽ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. 5ാമത്തെ സംഭവം ഓർപ്പിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 9-ാം വാക്യത്തിൽ ഈ പെട്ടകത്തെ സ്പർശിച്ചതിൻ്റെ ഫലമായി ഉസ്സ കൊല്ലപ്പെട്ടു. ഉസ്സ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി എന്നാണ് അവിടെ വായിക്കുന്നത്. പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവന് മനസ്സില്ലാതായി. എന്ത് ആഘോഷത്തോടെ, എന്ത് ആർഭാടത്തോടെ, എന്ത് ഉത്സാഹത്തോടെയാണ് ഈ പെട്ടകം തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ ദാവീദ് പുറപ്പെട്ടത്. പക്ഷേ ഉസ്സ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ നാഗോൻ്റെ കളത്തിൽ അല്ലെങ്കിൽ ഓബേദേദോമിൻ ഗ്രാമത്തിൽ വന്നപ്പോൾ ഈ പെട്ടകത്തിൻ്റെ പിടിച്ചതിൻ്റെ ഫലമായി ഉസ്സ കൊല്ലപ്പെട്ടപ്പോൾ പിന്നെ ഈ പെട്ടകം കൊണ്ട് യെരുശലേമിലേക്ക് പോകുവാൻ, തൻ്റെ നഗരത്തിലേക്ക് പോകാൻ ദാവീദിന് മനസ്സ് വന്നില്ല. നമ്മൾ വായിക്കുന്നത്, അവൻ മനസ്സില്ലാതെ അതിനെ ഹിത്യനായ ഓബേദേദോമിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഒരു യഹൂദനല്ല, ഹിത്യനാണ്, ഫെലിസ്ത്യനാണ്. ആ ഫെലിസ്ത്യനായി ഈ മനുഷ്യൻ്റെ വീട്ടിൽ ഈ പെട്ടകത്തെ അദ്ദേഹം കൊണ്ടുവച്ചു. നമുക്കറിയാം, ഫെലിസ്ത്യ ദേശത്ത് മുഴുവൻ ഈ പെട്ടകം വരുത്തിയ ദുരന്തങ്ങളെല്ലാം ഈ ഓബേദേദോമിനും അറിയാവുന്നതാണ്. പക്ഷെ ദാവീദ് ഈ പെട്ടകവുമായി അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ 2 കൈയും നീട്ടി ഈ പെട്ടകത്തെ സ്വീകരിച്ചു. അവൻ ഫെലിസ്ത്യനായിരുന്നെങ്കിലും, അവൻ ഹിത്യനാണെങ്കിലും യഹോവയുടെ പെട്ടകത്തെക്കുറിച്ചും യഹോവയെക്കുറിച്ചും അവന് വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്നുവെന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ പെട്ടകം ഹിത്യനായ ഓബേദേദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. നമ്മൾ വായിക്കുന്നത്, യഹോവ ഓബേദേദോമിനെയും അവൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 മാസം ഈ പെട്ടക ഭവനത്തിലിരുന്നുള്ളൂ. ഹിത്യനാണ്, യഹൂദന്മാരുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ ഫലമായി, യഹോവയുടെ പെട്ടകത്തെ ബഹുമാനിച്ചതിൻ്റെ ഫലമായി, യഹോവയുടെ പെട്ടകത്തെ ആദരിച്ചതിൻ്റെ ഫലമായി, തൻ്റെ ഭവനത്തിൽ ആർക്കും വേണ്ടാതിരുന്ന ഈ പെട്ടകത്തെ സ്വീകരിച്ചതിൻ്റെ ഫലമായി സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവനെ അനുഗ്രഹിച്ചു എന്നുള്ളത് ആ ഗ്രാമത്തിൽ മാത്രമല്ല, ആ പ്രദേശങ്ങൾ മുഴുവൻ ആളുകൾ അറിയുവാനിടയായി. നമ്മൾ വായിക്കുന്നത്, മൈലുകൾക്കപ്പുറത്ത് താമസിച്ച ദാവീദ് വരെ പറഞ്ഞു. നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ പെട്ടകം ഓബേദേദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് അവൻ സന്തോഷത്തോടെ കൊണ്ടുവന്നു. വാസ്തവത്തിൽ ഈ പെട്ടകത്തെ സംബന്ധിച്ച് ഒരു വലിയ സാക്ഷ്യം നിർവഹിക്കുവാൻ ഓബേദേദോമിനെ കഴിഞ്ഞു. ഓബേദേദോം എന്ന വാക്കിൻ്റെ അർത്ഥം ദ സെർവൻ്റ് ഓഫ് ഏദോം എന്നാണ്. ഏദോമിനെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട്, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയുമെന്നാണ്. ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി
ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ ആ ഏദോം ഏശാവിൻ്റെ വംശപാരമ്പര്യപ്പെട്ടവരാണ് ഏദോമ്യർ. അവർക്കൊരിക്കലും ഒരു അനുഗ്രഹം കൊടുക്കത്തില്ലെന്ന് ദൈവം പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. ആ വംശത്തിൽപ്പെട്ട ഓബേദേദോം, ദ സെർവൻ്റ് ഓഫ് ഏദോം എന്നറിയപ്പെടുന്ന ഈ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ ദാസനായിട്ട് മാറി. എന്തൊരു അത്ഭുതമാണ്! ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ ഭവനത്തിലേക്ക് വന്നു. ദാവീദ് ഈ പെട്ടകം കൊണ്ടുപോയ കൂട്ടത്തിൽ ഈ ഓബേദേദോമിനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സഹോദരന്മാരെയും അല്ല ഏതാണ്ട് 62 പേരോളം അവരെ ഈ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? 1 വൃത്താന്തം 15-16 മുതൽ 24 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ ഈ പെട്ടകം ദാവീദ് തൻ്റെ കൊട്ടാരം പണിത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ദേവാലയം പണിയരുത് ദൈവം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ പെട്ടകത്തിന് ഒരു കൂടാരം ദാവീദ് ഉണ്ടാക്കി. ആ കൂടാരത്തിൻ്റെ കാവൽക്കാരനായി ഓബേദേദോമിനെ മാറ്റുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ആ കൂടാരത്തിലെ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനായി ഓബേദേദോം മാറി. അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം 1 ദിനവൃത്താന്തം 26:8 നമ്മൾ വായിക്കുന്നത്, ഇവരെല്ലാവരും ഓബേദേദോമിൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ, അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദേദോമിനുള്ളവർ 62 പേർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ ഫലമായി, ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ചതിൻ്റെ ഫലമായി വലിയ സാക്ഷ്യം, ഈ ദൈവത്തെക്കുറിച്ച് ദൈവനാമത്തിൽ വലിയൊരു സാക്ഷ്യം നിർവഹിച്ചതിൻ്റെ ഫലമായി ഈ പെട്ടകത്തിനെ മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ വഴിയൊരുക്കിയതിൻ്റെ ഫലമായി ദൈവനെ ഭൗതികമായും ആത്മീയമായും അനുഗ്രഹിച്ചു. ദേവാലയത്തിലെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനായി അവൻ ഉയർത്തിയെടുത്താൽ മാത്രമല്ല, അവനെയും അവൻ്റെ സഹോദരന്മാരെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പഴയ നിയമത്തിൽ നമ്മൾ യഹോവയുടെ പെട്ടകത്തെക്കുറിച്ച് കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളോട് കൂടെയുള്ളത്. അതുകൊണ്ട് നമുക്കും ഇന്ന് ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 12:14 വാക്യത്തിൽ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്താണ് പഴയ നിയമഭക്തന്മാർക്ക് ശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് സംഭവിച്ച പരാജയം? അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചവരാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാൻ ശ്രമിച്ചു. അവരുടെ വിശ്വാസത്താൽ അവർക്ക് വേണ്ടി യാഗമർപ്പിക്കപ്പെടാൻ പോകുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെക്കുറിച്ചുള്ള ചിന്തകൾ അവരിൽ മഹാഭൂരിപക്ഷം പേരിലും ഉണ്ടായില്ല. വളരെ ന്യൂനപക്ഷത്തിന് മാത്രമാണ്. നമുക്ക് അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അബ്രഹാമിനെ പോലെയുള്ള വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ആ വിശുദ്ധീകരണത്തിൻ്റെ, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഉണ്ടായുള്ളൂ. എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശുദ്ധീകരണം എങ്ങനെയാണ്? 1 യോഹന്നാൻ 1:7 വായിക്കുന്ന, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധീകരിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, യേശു ക്രിസ്തുവിൻ്റെ നിർമ്മലമായ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എബ്രായ ലേഖനം 9:23 നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തച്ചൊരിച്ചിലിനാൽ നമുക്ക് വിമോചനമുണ്ടായി. അവിടെ വായിക്കുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്ന് വിമോചനമുണ്ടായി, ശാപത്തിൽ വിമോചനമുണ്ടായി, നരകത്തിൽ നിന്ന് വിമോചനമുണ്ടായി. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. വിമോചനം യേശുവിൻ്റെ രക്തം നമുക്ക് നൽകി. ശുദ്ധീകരണം യേശുവിൻ്റെ രക്തം നമുക്ക് നൽകി. മാത്രമല്ല, എബ്രായ ലേഖനം 10:10 നമ്മൾ വായിക്കുന്നത്, ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നാം ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നാം വിമോചനം പ്രാപിച്ചവരാണ് യേശുവിൻ്റെ രക്തത്താൽ. 3, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കൊരിന്ത്യർക്ക് ലേഖനം പൗലോസ് എഴുതുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിൽ കാണുന്ന ഏറ്റവും വഷളത്വം നിറഞ്ഞൊരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. എല്ലാ തരത്തിലുമുള്ള അധർമ്മങ്ങളും കൊണ്ട് നിറഞ്ഞൊരു സഭ. ആ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യങ്ങൾ പൗലോസ് പറയുമ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ. എങ്ങനെയാണ് ഇവരെ വിശുദ്ധന്മാരെന്ന് സംബോധന ചെയ്യാൻ പറ്റുന്നത്? അവരുടെ പ്രവൃത്തി കണ്ടാൽ അവരെ വിശുദ്ധന്മാരെന്ന് പറയാൻ പറ്റുമോ?
അവരുടെ പ്രവൃത്തി കണ്ടാൽ ഗ്രൂപ്പിസവും തമ്മിൽ വഴക്കും പുളിപ്പില്ലായ്മയും എല്ലാ തരത്തിലുമുള്ള അധർമ്മങ്ങളും ചെയ്ത് ജീവിച്ച കൊരിന്ത്യരെ ആരെങ്കിലും ഈ ലോകത്തിൽ വിശുദ്ധന്മാരെന്ന് വിളിക്കുമോ? എന്നാൽ പൗലോസ് പറയാ, നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതാണ് പുതിയ നിയമസഭയ്ക്കുണ്ടായ ഗുണം. നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണം യേശുവിൻ്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധന്മാരെന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ പവിത്രത? 10-ാം അധ്യായത്തിൻ്റെ എബ്രായ ലേഖനം 10:14 നമ്മൾ വായിക്കുന്നത്, വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എന്തൊരത്ഭുതമാണ്! സൽഗുണപൂർത്തി വരുത്തപ്പെട്ടവരാണ് പുതിയ നിയമവിശ്വാസികൾ. അതെത്രയോ അത്ഭുതകരമായ കാര്യമാണ്. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനത്തിൻ്റെ ധൈര്യം ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലാണെങ്കിലും യെരുശലേം ദേവാലയത്തിലാണെങ്കിലും 3 ഭാഗങ്ങളുണ്ട്. അതിൽ പ്രാകാരങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾക്ക് മാത്രം വരാനുള്ളൊരു സ്ഥലമാണ്. വിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് മാത്രം വരാനുള്ള സ്ഥലമാണ്. അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത് ദ ഹോളി ഓഫ് ഹോളീസ്, മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ വരുന്നൊരു സ്ഥലമാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആ സ്ഥലത്തേക്ക് വന്നെന്നാണ് എബ്രായ ലേഖനം 10:19-20 വാക്യം വായിക്കുന്നത്. അവിടെ എന്താ വായിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരുശീലിൽ കൂടി നമുക്ക് പ്രദർശിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധീകരണത്താൽ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് ഈ ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾക്ക് അവസരമുണ്ടായി. എന്നാൽ 5ാമത് നമ്മൾ കാണുന്ന വാക്യം ഞാൻ ആദ്യം വായിച്ച വാക്യമാണ്. അവിടെ പറയുന്നത് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അനേക വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ചു, ധാരാളം വാക്യങ്ങൾ വേറെയുണ്ട്. അതെല്ലാം സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചെന്നാണ്. എന്നാൽ എബ്രായ ലേഖനം പറയുന്നത് നിങ്ങൾ വീണ്ടും ശുദ്ധീകരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ശുദ്ധീകരണം പ്രാപിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആശയപരമായ വൈരുദ്ധ്യമുണ്ടോ? ഒരു വൈരുദ്ധ്യമില്ല. ശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, ഹോളിനെസ്, ഈ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ 2 പ്രത്യേക കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് വിശുദ്ധീകരണം നടക്കുന്നത്. ഒന്ന്, ദൈവം വിശുദ്ധീകരണത്തിനായി ഒരു പ്രത്യേക കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കും. പഴയ നിയമത്തിലും അങ്ങനെയാണ്. യഹോവയുടെ അഭിഷേക തൈലം ഒരു മനുഷ്യൻ്റെ തലയിൽ ഒഴിക്കുമ്പോഴാണ് അവൻ വിശുദ്ധീകരണത്തിലേക്ക് വരുന്നത്. അത് ദൈവത്തിൻ്റെ അഭിഷേക തൈലമാണ്. പുതിയ നിയമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ കർത്താവിൻ്റെ ക്രൂശിലെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി, അതാണ് പത്രോസ് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധീകരണം ഉണ്ടായത്. 2ാമത് വിശുദ്ധീകരണത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യം, നമ്മൾ പാപത്തിൽ നിന്ന് ഓടി അകന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ചുരുക്കി പറയാം, ദൈവം നമ്മളെ സ്ഥാനീയമായി പൊസിഷണലി ശുദ്ധീകരിച്ചതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നാം ജീവിതത്തിൽ വിശുദ്ധി പാലിക്കണം. അതാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്, ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. കർത്താവിനെ ശുദ്ധീകരിച്ചതാണല്ലോ. ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടാണ്, ഇനി എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ എന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ അവരെല്ലാം കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകേണ്ടി വരും. പഴയ നിയമത്തിൽ ഈ പെട്ടകത്തോട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യ കാര്യങ്ങൾ ഓർപ്പിച്ചതിൻ്റെ കാര്യം അതാണ്. ഈ കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരണം, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ ഗൗരവമുള്ള ചില വാക്കുകൾ പത്രോസ് അവിടെ പറയുന്നുണ്ട്. അവിടെ വായിക്കുന്ന, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. എന്താ കാരണം? 18-ാം വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു
നിർമ്മിച്ചിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായ മോഹങ്ങളെയൊക്കെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും അനുസരണമുള്ളവരായി വിശുദ്ധീകരണം പ്രാപിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. വളരെ മോശമായ ജീവിതശൈലി പിന്തുടരുന്ന ധാരാളം ആളുകൾ ദൈവമക്കളുടെ മധ്യയുണ്ട്. വിശുദ്ധിയെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ആളുകൾ, എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയുന്ന ആളുകൾ, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമെന്നുള്ള ആ വാക്കുകളെല്ലാം മറന്നുപോയി വളരെ വികലമായി ഈ ആത്മീക മണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം പറയുന്നത് എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നാണ്. വെളിപ്പാട് 22:15 ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ സഭയെടുക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ ഒരു പ്രമാണം എഴുതി വച്ചിരിക്കുന്നു. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് ഓർപ്പിച്ചതാണ്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിക്കുന്നവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ വെളിപ്പെടാൻ പോവുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലിരുന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു ദൈവവേദൽ ഒരിക്കലും സ്വർഗത്തിൽ അപമാനിക്കപ്പെടുകയില്ല. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. നമ്മൾ വാസ്തവമായും കിടന്ന് ബീജത്താലുള്ള കെടാത്തതിനാൽ ജീവനുള്ളൂ നിലനിൽക്കുന്നതുമായി ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചവരാണെങ്കിലും പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മളിൽ ഇപ്പോഴും പാപമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും അസൂയയും നീക്കിക്കളയണമെന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട നമ്മളിൽ ഇപ്പോഴും പാപം കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ കുറവുകൾ പോരായ്മകൾ സംഭവിക്കുമ്പോൾ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അതിനാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിച്ചത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. തത്സമയത്ത് കൃപ ലഭിക്കാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വന്ന് ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ, അനീതി ചെയ്യുന്നവൻ അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാൻ മനസ്സില്ലാതെ ജീവിക്കുന്നവരോട് ദൈവം പറയുന്ന, നീ അനീതി ചെയ്യാൻ ഇഷ്ടമുള്ളവനാണ്, നീ അനീതി ചെയ്തോ, അഴുക്കാടുന്നവൻ അഴുക്കാഴിക്കൂ. എന്നാൽ നീതിമാനായിരിക്കുന്നവൻ വിശുദ്ധനായിരിക്കുന്നവൻ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്വർഗം ആദരിക്കപ്പെടുന്നവരുടെയും അപമാനിക്കപ്പെടുന്നവരുടെയും ഒരു ചിത്രമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് അപമാനിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നിത്യത മുഴുവൻ അപമാനഭാരവും പേറി ജീവിക്കാതിരിക്കണമെങ്കിൽ ഈ ലോകത്ത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 7-ാമത്തെ കാര്യം കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ഊന്നിയുള്ള ഒരു ജീവിതത്തിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിനെന്ന് പറഞ്ഞു. യോശുവ പറഞ്ഞെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഹസ്യർ, അമോന്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഇതാ സർവ്വഭൂമിക്കും നാഥനായവൻ്റെ നിയമപെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൂട്ടുവിൻ. സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാനക്കര കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. എങ്ങനെ പുറപ്പെട്ടു? യോർദാനക്കര കടക്കാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. അവർ 6 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു. 7-ാമത്തെ ഒരു കാര്യം കൂടെ അവർ ചെയ്തു. എന്താ? യോശുവയിലൂടെ ദൈവം പറഞ്ഞ ഈ വാക്ക് അവർ പൂർണ്ണമായി വിശ്വസിച്ചു. എന്താണ്? അവരുടെ പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാനിലെ വെള്ളം 2ആയി പിരിയും, ഉണങ്ങിയ നിലമുണ്ടാകും, അതിലൂടെ ഞങ്ങൾക്ക് അക്കരെ കിടക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവർ യാത്ര പുറപ്പെട്ടത്. എന്താണ് സംഭവിച്ചത്? 15-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ പക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. സാരേധാന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി.
അരാബിയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴിയ വെള്ളം വാർന്നുപോയി. ജനം എരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപെട്ടകം ചുവന്ന പുരോഹിതന്മാർ യോർദാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടെ തന്നെ നടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിച്ചിരിപ്പുണ്ടെന്ന് അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ദൈവത്തിൻ്റെ വചനത്തിൽ, പഴയ നിയമത്തിൽ, പ്രവാചക ഗ്രന്ഥ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവയാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാണ്. സർവ്വസൃഷ്ടിയുടെയും സൃഷ്ടിതാവാണ്. സർവ്വസൃഷ്ടിക്കും മുമ്പേ അനാദിയായും ഉള്ളവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനാണ്. സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ്. അവൻ സർവ്വത്തിന് മുമ്പേ ഉള്ളവനാണ്. ആ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. ഈ നാളുകളിൽ ലോകത്തിൻ്റെ വെളിച്ചമായി നമ്മളെ കർത്താവാക്കിയിരിക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കണ്ണീരനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. മരണവക്രത്തിലേക്ക് തള്ളപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നിത്യമായ നരകത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഓർപ്പിച്ചല്ലോ, ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി എന്താ? ഒരു പാപിയായ മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് വിടുവിച്ച് വിശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഈ ലോക ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതം എന്നവസാനിക്കും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ പൗലോസ് പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണ്. മരിക്കുന്ന ലാഭമാണെന്ന് പറയണമെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. ചില വ്യക്തികളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം. കണ്ണീരിലൂടെ കടന്നു പോകുന്ന, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന, ജീവിത നിരാശയിലൂടെ കടന്നു പോകുന്ന ചിലരുടെ അടുക്ക ചെന്ന് അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തുവാൻ ഈ നാളുകൾ ദൈവം ഇടയാകട്ടെ. ഈ ദിവസങ്ങൾ ദൈവവചനം കേട്ട എല്ലാവർക്കും അതിന് ദൈവം അനുഗ്രഹം നൽകട്ടെ. ഇന്ന് രാത്രിയും കർത്താവിൻ്റെ നന്മകൾ നമുക്ക് അനുഭവപ്പാനിടയാകട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.